CSR ഫണ്ട് തട്ടിപ്പിൽ ഉൾപ്പെട്ട പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് മണ്ഡലത്തിൽ ഉയരുന്നത്. നജീബ് കാന്തപുരത്തിൻ്റെ മുദ്ര ചാരിറ്റബിൾ സൊസൈറ്റി, ഈ സൊസൈറ്റി മുഖേനയാണ് പാതി വിലയ്ക്ക് സ്കൂട്ടറും ലാപ്ടോപ്പും ഒക്കെ നൽകാമെന്ന് പറഞ്ഞ് പണം ശേഖരിച്ചിരുന്നത്. എന്നാൽ ഈ CSR തട്ടിപ്പ് പുറത്തു വന്നതോടെ മുദ്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പേരിൽ നജീബ് കാന്തപുരമാണ് ഈ തട്ടിപ്പെല്ലാം പെരിന്തൽമണ്ണ നടത്തിയതെന്ന ആരോപണമാണ് ഇടതുപക്ഷം ഉന്നയിക്കുന്നത്. പണം നൽകി ലാപ്ടോപ്പ് കിട്ടാത്തവർ പോലീസിൽ പരാതി നൽകുകയും അതിലൊരു പരാതിയിൽ പോലീസ് MLAക്കെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് നടന്ന DYFIയുടെ പ്രതിഷേധ പ്രകടനം MLA ഓഫീസിന് മുമ്പിൽ വെച്ച് പോലീസ് തടയുകയും തുടർന്ന് ഏറെ നേരം പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തുതള്ളൊക്കെ ഉണ്ടാവുകയും ചെയ്തു. പ്രകടനത്തിനിടെ ഉയർന്ന ഒരു മുദ്രാവാക്യമാണ് ഇതിനിടെ വിവാദമായത്. നജീബ് കാന്തപുരത്തിൻ്റെ ശാരീരിക പ്രകൃതിയെ വിമർശിച്ചുകൊണ്ട് അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു മുദ്രാവാക്യമായിരുന്നു. മാറുന്ന കാലത്തിനനുസരിച്ച് മുദ്രാവാക്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഇത്തരത്തിൽ ആരെയും അധിക്ഷേപിക്കുന്ന വാക്കുകളൊന്നും ഇപ്പോൾ ഒരു പാർട്ടിയും മുദ്രാവാക്യങ്ങളിൽ ഉൾപ്പെടുത്താറില്ല. അത് മാറി വരുന്ന സാഹചര്യങ്ങളുടെ കാലങ്ങളുടെ ഒരു അടയാളം കൂടിയാണ്. DYFI നടത്തിയ പ്രകടനത്തിൽ ഉയർന്ന ഈ മുദ്രാവാക്യം അതുകൊണ്ട് തന്നെ വലിയ തോതിൽ വിമർശനത്തിന് കാരണമായി. യൂത്ത് കോൺഗ്രസ് ആവട്ടെ, യൂത്ത് ലീഗ് ആവട്ടെ, മറ്റ് വലതുപക്ഷ യുവജന സംഘടനകളൊക്കെ ഈ മുദ്രാവാക്യം അതിനെതിരെ വലിയ വിമർശനം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയർത്തി. എന്നാൽ ഇതിലേറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രണ്ട് തവണ മാത്രമാണ് ആ ഒരു പ്രവർത്തകൻ്റെ മുദ്രാവാക്യം, ഇത്തരത്തിലുള്ള മുദ്രാവാക്യം ഉയർന്നത്. കേട്ട ഉടൻ അതിലിടപെട്ടു എന്നാണ് DYFIയുടെ ജില്ലാ നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് ശരിയായ മുദ്രാവാക്യമല്ല, വിളിക്കരുതെന്ന നിർദ്ദേശം, കർശനമായ നിർദ്ദേശം നൽകി. അതിനെ തുടർന്ന് മുദ്രാവാക്യം പിന്നീട് ഉയർന്നിട്ടില്ല എന്നുള്ളതാണ്. ശ്ലാഘനീയം തന്നെയാണ്. അങ്ങനെ ഒരു ഇടപെടൽ കേട്ട ഉടൻ തന്നെ DYFI നടത്തിയിട്ടുണ്ടെങ്കിൽ അതും ഇവിടെ പരാമർശിക്കേണ്ടത് തന്നെയാണ്. ഏതോ ഒരു പ്രവർത്തകൻ്റെ ആവേശത്തിൻ്റെ പുറത്ത് അയാൾ വിളിച്ചു പറഞ്ഞ ഒരു മുദ്രാവാക്യം അത് ശരിയല്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞ് DYFI അതിനെ തിരുത്തിയെന്ന് DYFIയുടെ ജില്ലാ നേതൃത്വം വ്യക്തമാക്കുന്നു. ആ കാര്യം കൂടി നമ്മൾ ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചത്. മാറുന്ന കാലത്തിനനുസരിച്ച്, ചിന്തകൾക്കനുസരിച്ച് തമാശകൾ പോലും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരാളുടെ ശാരീരിക കുറവുകളെയോ പ്രത്യേകതകളെയോ വിമർശിക്കുന്ന, അധിക്ഷേപിക്കുന്ന, പരിഹസിക്കുന്ന ഒന്നും ഇന്ന് ആരും അംഗീകരിക്കാറില്ല. അപ്പോൾ ഈ ഒരു പ്രതിഫലനം, ഇതിൻ്റെ ഒരു പ്രതിഫലനം മുദ്രാവാക്യങ്ങളിലും ഉണ്ടാകേണ്ടതുണ്ട്, ഉണ്ടായി വരുന്നുമുണ്ട്. എന്താണെങ്കിലും ഇത്തരത്തിൽ ഒരു അധിക്ഷേപ മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകനെ തിരിച്ചറിഞ്ഞ് ഉടൻ തിരുത്തിയ DYFIയുടെ നടപടിയെ ഇവിടെ എടുത്തു പറയുക ചെയ്യേണ്ടതുണ്ട്. മലപ്പുറത്തു നിന്നും CV അനുമോദ്, News 18.